തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുതുക്കിപ്പണിത പഴശ്ശി സ്മൃതി മന്ദിരമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ നാശത്തിന്റെ വക്കിലേക്കാണ് ഇപ്പോൾ ഈ സ്മൃതി മന്ദിരം നിൽക്കുന്നത്. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യകാല പോരാളികളിൽ പ്രമുഖനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഇദ്ദേഹത്തിന്റെ തറവാട്ടുകുളത്തിന് മുകളിലാണ് ഈ സ്മൃതി മന്ദിരം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. പഴശ്ശിരാജയുടെ ജീവിതവും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടവും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ട് 1 വർഷം പിന്നിട്ടിട്ടും സ്മൃതി മന്ദിരം ജനങ്ങൾക്കായി തുറന്നിട്ടില്ല. മന്ദിരത്തിനുള്ളിൽ പഴശ്ശിരാജയുടെ പ്രതിമയും അദ്ദേഹത്തിന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാതിലുകൾ തുറക്കാത്തതിനാൽ സന്ദർശകർക്കൊന്നും ഇവ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രാവുകളും മറ്റു പക്ഷികളും താവളമാക്കിയ നിലയിലാണ്. സ്മൃതി മന്ദിരത്തോടൊപ്പം സ്റ്റേജും കോഫി ഹൗസും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇവയും അടച്ചിട്ടിരിക്കുകയാണ്. പഴശ്ശിരാജയുടെ ചരിത്രം അറിയാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. പ്രവേശനം നിഷേധിക്കപ്പെട്ടതോടെ നിരാശയോടെ മടങ്ങുകയാണ്. പുതുതലമുറയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഈയൊരു ചരിത്ര മന്ദിരം ഇങ്ങനെ അവഹേളിക്കപ്പെടുന്നതിൽ പ്രതിഷേധമുണ്ടെന്ന് കലാമണ്ഡലം മഹേന്ദ്രൻ പറഞ്ഞു. പഴശ്ശിരാജാവിന്റെ സ്വന്തം മണ്ണിൽ അദ്ദേഹത്തിന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സ്മാരകം എന്നുള്ള നിലയിൽ അടച്ചുപൂട്ടപ്പെടുക എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു വസ്തുതയാണ്. പുതിയ തലമുറ അല്ലെങ്കിൽ ആനുകാലിക സാംസ്കാരിക രംഗം അല്ലെങ്കിൽ കലാരംഗം അല്ലെങ്കിൽ ചരിത്ര രംഗം എന്ന് പറയുന്നത് ഏറെക്കുറെ നിർജീവാവസ്ഥയിലാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടുകാർ അതിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്ന് ആവലാതിയും വേവലാതിയും ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല എന്നുള്ള നിലയിലാണോ? പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട്ടിൽ എത്തപ്പെടുക എന്നുള്ളത് ദയനീയമല്ലേ എന്നുള്ള ഒരു ചോദ്യചിഹ്നം ബാക്കിയാവുകയാണ്. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. ആ രീതിയിൽ അത് സമീപകാലത്ത് തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി അതിന്റെ നേതൃത്വം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഭരണകർത്താക്കളായാലും സർക്കാർ തലത്തിലുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണെങ്കിലും ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള സത്വര നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒരു കാലത്ത് ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ കേന്ദ്രം ഇന്ന് അവഗണനയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ധീര പോരാട്ടത്തിന്റെ ചരിത്രം വരും തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട ഈ സ്മൃതി മന്ദിരം എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ചരിത്ര നായകനായ വീരപഴശ്ശിയുടെ ഈ സ്മൃതി മണ്ഡപം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇതൊരിക്കലും നശിച്ചു പോകേണ്ട ഒന്നല്ല. ക്യാമറാമാൻ റിജേഷ് കെ റിജുവിനോടൊപ്പം നീതു ഷമൽ, ന്യൂസ് സൈറ്റ്. ഇലക്ട്രിക് പ്ലംബിംഗ് ഐറ്റംസുകളുടെ വിപണന രംഗത്ത് 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഞങ്ങൾ ട്രെൻഡിനൊപ്പം. ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസ് ഫാൻസി ലൈറ്റുകളുടെയും സാനിറ്ററി വെയർസിന്റെയും വ്യത്യസ്ത ഡിസൈനുകളുടെ വിപുലമായ ശേഖരം. ഫാൻസി ലൈറ്റുകളുടെ രാജാക്കന്മാരായ ഹാവൽസ്, ക്രോംപ്ടൺ, പാനസോണിക്, ജിഎം, ഗോൾഡ് മെഡൽ എന്നിവയുടെ വ്യത്യസ്ത മോഡലുകൾ. സാനിറ്ററി വെയർസിൽ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകളായ സെറ, ജെൽ, സിഫോൺ, ബെൽ, സോനറ്റ് എന്നിവയുടെ വൈവിധ്യമാർന്ന കളക്ഷനുകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങളിലൂടെ പൂർത്തീകരിക്കൂ. ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസ്, പഴയനിരത്ത്, കൂത്തുപറമ്പ്.